പ്രഭാത കിരണങ്ങൾ ഭൂമിയെ തഴുകുമ്പോൾ, പുതിയൊരു നാളിന്റെ വാതിൽ തുറക്കുമ്പോൾ, മനസ്സിന്റെ മൗനത്തിൽ ഒരു നാദം കേൾക്കാം. യോഗത്തിന്റെ പാതയിൽ ആത്മാവ് ഉണരാ. ശരീരം മാത്രം മനുഷ്യനല്ലെന്ന്, ശ്വാസം മാത്രം ജീവിതമല്ലെന്ന്, അന്തരംഗത്തിൽ ജ്വലിക്കുന്ന ദീപമാണ് ആത്മാവെന്നു ഗീതയുടെ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കർമ്മം ചെയ്യുക ഫലം തരാതെ, സത്യപഥത്തിൽ ചുവടുവയ്ക്കുക ഭയപ്പെടാതെ. കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ സന്ദേശം ഇന്നും യോഗിയുടെ പ്രവചനം. യോഗസ്ഥാശക്കുരു കർമാണി എന്ന മൃതവചനം ജീവിത സമരത്തിൽ നൽകുന്നു ദിശാബോധനം. വിജയവും പരാജയവും ഒരുപോലെ കാണുമ്പോൾ മനസ്സ് കണ്ടെത്തും സമത്വത്തിന്റെ തീരം. അലഞ്ഞുതിരിയുന്ന മനസ്സിനെ പിരിച്ചു നിർത്താൻ, ചാഞ്ചാട്ടം വിട്ട് ശാന്തിയിലേക്ക് എത്താൻ, ധ്യാനത്തിന്റെ നിശബ്ദ വഴികളിലൂടെ യോഗി നടക്കുന്നു ആത്മജ്യോതിയിലേക്ക്. ശ്വാസമകത്തേക്ക് പ്രാണന്റെ സംഗീതം മുഴങ്ങുമ്പോൾ, ഓരോ ശ്വാസവും ഒരു പ്രാർത്ഥനയാകുന്നു, ഓരോ പുരശ്വാസവും ഒരു സമർപ്പണമാകുന്നു. മരങ്ങളുടെ തണലിൽ ഇരിക്കുന്ന യോഗി ആകാശത്തിന്റെ വിശാലതയിൽ കാണുന്നു സ്വാതന്ത്ര്യം. നദികളുടെ ഒഴുക്കിൽ പഠിക്കുന്നു ക്ഷമ, പർവ്വതങ്ങളിൽ നിന്ന് ഉൾക്കൊള്ളുന്നു സ്ഥിരത. വിയങ്ങളുടെ കൊടുങ്കാറ്റിൽ ഒഴുകിപ്പോകരുത്, മോഹത്തിന്റെ മായയിൽ കുടുങ്ങിപ്പോകരുത്. സ്വയം ജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി. അഹങ്കാരത്തിന്റെ മതിലുകൾ തകർന്നു വീഴുമ്പോൾ, സ്വാർത്ഥതയുടെ ബന്ധനം അഴിഞ്ഞു പോകുമ്പോൾ, മനുഷ്യൻ തിരിച്ചറിയുന്നു ഒരു മഹാസത്യം. എല്ലാ ജീവജാലങ്ങളിലും ഒരേ ചൈതന്യം. ചന്ദ്രനിലും അതേ ശാന്തത. ഹൃദയങ്ങളിലും അതേ ആത്മതത്വം. ഗീതയുടെ ജ്ഞാനമതാണ് പറയുന്നത്. ബുദ്ധിയോഗത്തിന്റെ പാതയിൽ നടക്കുമ്പോൾ, കൈവരാവും വിരയത്തിൽ നിറയുമ്പോൾ, സ്നേഹമാതം മഞ്ജീവിതം വരില്ലകാശം. ഇഴയാടും മനുഷ്യനെ അതരുതാരം. നിത്യയോഗത്തിന്റെ വീതം ചെയ്യുമ്പോൾ, അഗ്നായുടെ തളർക്കുമ്പോൾ, സൂട്ടന്റെതല്ല ഭക്തകണ്ണ് ആടുമ്പോൾ, നിർത്താത സത്യത്തെ സ്പർശിക്കുന്നു. കമ്മയോടത്തിന്റെ പേരുകൾ തീർച്ചയുമ്പോൾ, സീവനത്തിന്റെ സുഖഭാഗം ആകർത്തുമ്പോൾ, ഒരു പരത്തിയും പ്രജ്ഞവാകുന്നു. നിശവും പൂജയാകുന്നു. രാജയോഗത്തിന്റെ നിശ്ചലതയിൽ മനസ്സിന്റെ തിരമാലും ശബ്ദിക്കുമ്പോൾ,